ഗുഡ് മോർണിംഗ്. നേരം വെളുത്ത് നോക്കട്ടെ. മമ്മൂച്ചാനെ വിളിച്ചിട്ട് അയാൾ ഫോണ് എടുത്തില്ല. ചിലപ്പോൾ അങ്ങനെയായിട്ടുണ്ടായിരിക്കണം. ഞാൻ എന്തായാലും അയാളെ ഉണ്ടെങ്കിൽ കൂട്ടിയിട്ട് പോകാന്നുള്ളതിൽ ഞാൻ ഇപ്പോൾ അയാളെ പുറക്കന്നെ പോകുന്നുണ്ട്. ചെറുതായിട്ട് കുറച്ച് മാറിപ്പോയി. ഭയങ്കര ഇറക്കമാണ് വണ്ടി. ഞാൻ അങ്ങോട്ട് താഴെ വെച്ചിട്ട് ഇപ്പം നടന്നിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഫോൺ എടുത്തില്ല. എന്ത് നോക്കാം, സംഗതി എന്ത് നോക്കാം ഗെയ്സ്. അപ്പം ഞാൻ നമ്മളെ മമ്മൂച്ചാനെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ട് മമ്മൂച്ചാനെ കൂട്ടിയിട്ട് നോക്കുമ്പോൾക്ക് പിന്നെ കുറച്ച് ലേറ്റായി പോയി. ഒരു 6 മണിയെല്ലാം കഴിഞ്ഞ്. അപ്പോൾ സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടോ, കൊട്ടിയടി അങ്ങോട്ട് പോവാം. അപ്പോൾ നല്ലൊരു ദിനമായിട്ട് റജമാസിൻ്റെ ബർക്കത്ത് കൊണ്ട് പോയ കാര്യമെല്ലാം എന്നും മിഞ്ഞത്തെ പോലെ തന്നെ നേരായിട്ട് വരാൻ തോപ്പിക്കിച്ചിട്ട് സർവശക്തനായ റബ്ബ് നമ്മളെ എല്ലാവരെയും കാക്കട്ടെ. എല്ലാ അപകട മരണത്തിട്ടും എല്ലാ രാജവംശൻ്റെ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് റസൂലുള്ളാഹിൻ്റെ 27ാം മീറാജിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ എന്നെ കാക്കണല്ല. പോകുന്ന കാര്യം എല്ലാവരെയും നീ കാത്തോ. അപകടമാണ് എല്ലാത്തിനും തൊട്ട് ഇത് ഇടുന്ന ഇത് മിഞ്ഞാന്ന് തുടങ്ങിയത് പോലെ ഇന്ന് ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത് നിങ്ങൾ ഇത് പൊരലുണ്ടെങ്കിൽ നമുക്ക് വലിയ കാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ദൂരെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തോ ഉപദ്രവം വരാതെ ഇരിക്കാനും എല്ലാ ഷെറിന് തൊട്ടും ആര് ഷെറിന് നമുക്ക് തെട്ടാൻ കഴിയില്ല. പോന്നിട്ടൊന്നും സൈത്താൻ്റെ എല്ലാ ഷെറിന് തൊട്ടും ഞങ്ങളെ അല്ലാഹു തആല കാക്കട്ടെ. കള്ളന്മാരുടെ ശല്യത്തിലൊന്നും പീഡനക്ക് മോചനത്തിലൊന്നും നമുക്ക് രക്ഷ നൽകട്ടെ. അല്ലാഹു തആല സർവശക്തനാണ്. അവനെ മുൻനിർത്തിക്കൊണ്ട് അവൻ്റെയും അവൻ്റെ അബീബായ നബിൻ്റെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ തുടങ്ങിയാണ്. സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നേരെ സ്റ്റാർട്ട് ചെയ്യാം. നേരെ പോവാം. നിങ്ങൾ കയറിക്കോളേ പുറത്തല്ലേ, അപ്പുറത്തല്ലേ നിങ്ങൾ ഇരിക്കുന്ന അവിടെ. നിങ്ങൾ അപ്പുറത്തല്ലേ ഇരിക്കണേ. ഞാനല്ലേ ഡ്രൈവ് അത് എന്താ ഇതാ അല്ല, നിങ്ങൾ അപ്പുറത്തല്ലേ പേര്. അത് ഒന്ന് തുറന്നിട്ടാണോ? അപ്പോൾ ഞാൻ നേരത്തെ വന്നിട്ടുണ്ടേ. ഈ മമ്മൂച്ച കുറേ ലേറ്റാക്കിയിട്ട് ഇരുട്ടാക്കിയിട്ട് ഇളക്കിയാണ്. ഇപ്പോൾ നമുക്ക് സ്പോട്ടിൽ നമുക്ക് പോയിട്ട് നോക്കണം ഏത് ഭാഗത്തുള്ളതെന്ന് പറഞ്ഞിട്ട്. നല്ല നമുക്ക് ക്യാമ്പിങ്ങിന് പറ്റിയിട്ടുള്ള സ്ഥലമല്ല. നല്ല മഞ്ഞുണ്ടല്ലേ, മഞ്ഞ് ശരിക്കും വരുന്നുണ്ട് അല്ലേ അമ്മച്ചത്. ഇത് എന്തിൻ്റെ എൻ്റെ ആയിട്ടുണ്ടാവല്ലോ, ഒരു ഇവിടെ കാഷ്ടിച്ചിട്ടുണ്ട്. ഇതാ ഈ വഴി കയറിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ടെൻറ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ടെൻറ്റ് ഇടാല്ലേ, ഇവിടെ ഇടാല്ലേ. നമ്മളെ സാധനം കാര്യങ്ങളെല്ലാം ഇതാ
എല്ലാം എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായി. നമുക്ക് ഈ ഭാഗത്തിൻ്റെ ടെൻ്റ് സെറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല തണുപ്പായിട്ടുള്ള കാറ്റാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള എയറാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതെല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞെങ്കിൽ ആസ്വദിക്കണം അല്ലേ മുച്ച? കേട്ടാ നമുക്ക് ഉള്ളിൽ തുറന്നിട്ട് നോക്കിയാൽ കയറിയിട്ട് തന്നെ ലെവലുണ്ടോ ജാതി എന്ത് ഇതങ്ങോട്ടൊക്കെ നടക്കാൻ പറ്റുമോ? ചെരിവുണ്ട എങ്ങനെ തണുപ്പ് പിടിച്ചാ? ചായക്ക് നിനക്കെന്തപ്പാ ഇതാന്നുണ്ട് കട്ട് ഞാൻ വെച്ച് പറഞ്ഞു. ഇതാക്കോ ചായക്ക് നീ കൊണ്ടു തന്നെ നീടിക്ക് ഞാൻ ഇതൊന്നും ഇട്ടോട്ട് ഇതൊന്ന് ഇടട്ടെ. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയല്ലേ, നമ്മളെ ഒരു യൂട്യൂബറും കൂടി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്നതാണ്. അപ്പോൾ മലപ്പുറം ഭാഗത്ത് നിന്ന് എന്നോട് പറഞ്ഞ് പിന്നെ ഞാൻ വരുന്നുണ്ട്, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അല്ല മുച്ച, മമ്മൂച്ചാൻ എന്നെ ഒന്ന് കാണണം. അപ്പോൾ ഞാൻ വണ്ടി കയറട്ടാന്ന് വെച്ചു ഞങ്ങളോട്. അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ കയറിക്കോളി, സുടത്തിയതിൻ്റെ ശേഷം വിളിക്ക്. അപ്പോൾ ട്രെയിനിലെത്തിയിട്ട് കാസർഗോഡ് എത്തിയിട്ട് ഞാൻ വിളിച്ചെങ്കിലേ നമുക്ക് എന്താ ചെയ്യാമല്ലോ, അയാളെ വേണമെങ്കിൽ ഒന്ന് പിക്ക് ചെയ്യാമല്ലോ. എന്താ പറയുന്നത്, വെറും മടി പിടിച്ചിട്ട് അങ്ങെത്തിന് എന്നോട് പറയുന്നുണ്ട് ചായക്ക്. അപ്പോൾ നിങ്ങൾക്ക് ചായക്ക് നിങ്ങൾ ഒരു പ്രാവശ്യം ഇപ്പോൾ ചായക്കിയാ നീ ചാവൊക്കെ എങ്ങനെ ചാവൊക്കെ നീ തീയത്തിക്ക് അയ്യോ എന്നാൽ ചെറിയ ലഘു ഭക്ഷണമെല്ലാം ആക്കിയിട്ട് ഞങ്ങൾ ഒന്ന് സെറ്റാന്ന്. അപ്പോൾ നമ്മൾ പുറത്ത് ഇപ്പോൾ പിന്നെ കുക്കാക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഭയങ്കര കാറ്റടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റാക്കാം. ഭയങ്കര മിഞ്ഞാൻ തന്നെ തണുപ്പ് ജാസ്തി അല്ലേ? എന്താണ് അങ്ങനെ തണുപ്പുണ്ടാവല്ലോ, നടുവന്തിത്തിരി തണുപ്പില്ലാതെ ബന്ധാക്കേണ്ട ഒരു ഇത് ബന്ധാക്കിയിട്ട് അങ്ങനെ എന്താ പറഞ്ഞ കാറ്റടിക്കുക ഇതിനെ വെച്ച് ബന്ധാക്കണത്. അപ്പം എന്താ ഫോട്ടോ ഇടുന്നു? എന്ത് നാടകത്തിന് പോലുണ്ടാ മമ്മൂച്ച മേക്കപ്പ് ഫിലിം ഷൂട്ടിങ് മമ്മൂച്ചൻ്റെ നീടെ വെക്കുന്ന നിനക്കറിയില്ലോ. അതേ ഈ സാധനത്തിന് ഇട വെക്കണ്ടില്ല, മിഞ്ഞാന്ന് ഞാൻ വന്ന് ഇതാക്കിയ പോലെ ആവും. ആയിട്ടപ്പം വെളുത്തിട്ടില്ല എല്ലാം വെളുത്തിട്ട് അടിപൊളിയായി.
വെക്കോ ചട്ടിയിൽ മുക്കാന്തേ ക്യാമറ തട്ടിയിട്ട് താഴെയിടല്ലേ എന്താവും എനിക്കറിയില്ല ഇതിന് ഇതിൽ വെച്ചതിന് ഇത് ഇവിടെ ഇരിക്കട്ടെപ്പാ ആളുണ്ടെങ്കിൽ കാണുമോ അല്ല ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെയും കാണുമല്ലോ ഇവിടെ കാണുന്നുണ്ട് എന്നെയും കാണുന്നുണ്ട് ഇതാ കാണുന്നുണ്ട് നേരെ കാണുന്നല്ലോ കാണണം പിന്നെ അപ്പോൾ ഇതെന്ത് ഈ സാധനത്തിൻ്റെ പേര് ഇതിൻ്റെ അതിൻ്റെ ഇതെന്ത് ഇങ്ങനെ വെളുത്തിനാ മുച്ചപ്പോൾ എന്ത് ഗ്ലാമർ ആൾ വന്നൊക്കെ കൂടിക്കൊണ്ട് പോന്ന ഭയങ്കര ചിലയല്ലോ ഇത് നോക്കാം ഇതില്ല എത്ര വേണം ഫുള്ള് മതിയാ അല്ല ബാക്കി ഉണ്ടല്ലോ ബാക്കി തേച്ചിടേന് ബാക്കിയൊക്കെ ഉണ്ടോ തേച്ചിട് ഉറപ്പല്ലേ ആ ഉറപ്പായി തേച്ചിട് ചെല്ലിന് പിന്നെ ചെല്ലിന് തിന്നാണ്ടെന്നെങ്കിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞു ചാടാൻ എന്ത് ഒരു ഭക്ഷണം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കാൻ പാടില്ല അത് ദിവസമായിട്ട് എനിക്ക് നെയ്ച്ചുറമ്പിക്കാനുണ്ട് നെയ്ച്ചോറാ ഉച്ച കൊണ്ട് തന്നെയാണ് കയ്യെങ്കിൽ ടേസ്റ്റ് പിന്നെ കൗവാതെങ്ങനെ പേടുന്ന വരുന്ന സാധനം തിന്ന മുതൽ അതിനെ പങ്ങല കൗവണം പങ്ങല ഇതാ വെള്ളം മങ്ങല ഇതാക്ക് അപ്പുറത്തേക്ക് വെള്ളം ഉണ്ടല്ലോ പങ്ങല കയറോ ഇനി ഇതിനായിട്ടെപ്പറൊക്കെ പോകാനെന്തില്ല 2 മുട്ടയെല്ലാം ഉണ്ട് ഇതിൻ്റെ മുട്ടയെല്ലാം ഉണ്ട് ഉപ്പിൻ്റെ പറഞ്ഞ എടുത്തോ ഉപ്പിൻ്റെ പറഞ്ഞ അതെടുക്കും ഉണ്ട് ഉപ്പിൻ്റെ പറഞ്ഞ അതിൻ്റെ ഉള്ളിലുണ്ട് അതിൻ്റെ സാധനം എടുക്കും ഉപ്പിൻ്റെ പറഞ്ഞും പിന്നെ വേറെന്ത് പിന്നെ വേറൊരു സാധനം ഉണ്ട് അല്ല ചൊരിഞ്ഞിട്ട് നോക്കി കുരുമുളകിൻ്റെ പൊടി വേണം ചളിക്കുന്ന ഭയങ്കര ചളിക്കുന്നോ ഓ തണുപ്പങ്ങാറ്റ് നല്ല പറക്കുന്നു പുറത്ത് നിന്നിട്ടാ പറയും ഇങ്ങനെ ആക്കണ്ടേ ഗ്ലാസും ഉപ്പിൻ്റെ പറഞ്ഞ് കിട്ടിയിട്ടേ അതുണ്ട് ഉപ്പിൻ്റെ പറഞ്ഞ് അത് ഉപ്പല്ലേ ഇതുണ്ട് ഇത് എത്ര പെട്ടെന്ന് ഇത് കുടിക്കുന്നു പറ്റുന്നു പ്ലേറ്റ് വേണ്ട തിന്നാന് ഇതുണ്ട് ഇതിൻ്റെ ഉപ്പിൻ്റെ പറഞ്ഞേ ഇതുണ്ട് ഇതുണ്ട് അതെന്ത് നോക്ക തുറന്നിട്ട് എന്ത് ആ അതൊരു പള്ളി ഉണ്ടല്ലോ ഇവിടെ അല്ലേ ഇനായില്ലേ ഇങ്ങനെ ഇനിയിപ്പോൾ ഇനി ചൂടാക്കിയിട്ട് എടുക്കുന്നതന്നെ പാട്ട വേണ്ടേ വേണം അപ്പോൾ ഞാൻ തീ കത്തിക്കുന്നേ ഇത് എന്നിട്ടേനി അതേ ഇരിക്കട്ടെ കത്തിനാക്കിയ ഇല്ല കാറ്റ് പിടിക്കുന്ന കേട്ട് ഭയങ്കര കാറ്റ് പിടിക്കുന്നല്ലേ ഞാൻ കെട്ടാ അതിനെ കൊണ്ടാക്കണ്ട വന്നാക്ക് പിന്നെ കുറച്ച് അങ്ങോട്ടേ ചെന്നെ ഉള്ളിൽ കയറി ഇതിൻ്റെ ഇടയ്ക്ക് വിളിക്കണ്ട ഇത് വിളിച്ചാൽ താഴെ ഇവിടെ അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ട് ആ ഇതുണ്ട് അത് വലിക്കണ്ടെന്ന് അത് പൂ അതല്ലേ ഞാൻ വലിക്കണ്ടത് അതിനെ താഴെ പോകും ഇങ്ങനത്തെ കാറ്റ് പിടിക്കുന്ന നമുക്ക് എന്തായിരുന്നു കൊള്ളാവോ കൊള്ളാവില്ല വലിക്കപ്പെടേ വീട് മരിക്കുന്നല്ലേ ഇവിടുന്ന് നമുക്കിതിങ്ങനെ കേട്ടുണ്ടല്ലോ കേട്ടെ ഇങ്ങോട്ട് ഞാൻ വലിക്കുന്നേ കേട്ടെ ഒരു മിനിറ്റ് അമ്പരപ്പാക്കണ്ട നീ കുറച്ചിങ്ങനെ ആ
ഇങ്ങനെ കാൽ നീട്ടിരിക്കട്ടെ, കുറച്ച് ഇങ്ങോട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങോട്ട് ഇരിക്കാം. നമ്മളെ രണ്ടാളും കാണും. നിങ്ങളെ കാണട്ടെ, ഇങ്ങോട്ട് വാ. അങ്ങോട്ട് നിൽക്കും. അതൊരു പാത്തിയല്ലോ അത്. മായരുന്ന ബഹുവായിട്ടില്ലേ എന്തോ ഒരു മമ്മൂച്ചൻ്റെ പേര്. മമ്മൂച്ചൻ്റെ കുസായി. ബെൽറ്റില്ലെങ്കിൽ കാറ്റ് വന്നിട്ട് കാറ്റ് വരുന്നു. അത്ര മതി, അത്ര മതി. പിന്നെ അങ്ങനെ വേറെ എന്തുണ്ട് വിശേഷമല്ല? സുഖന്നല്ലേ? തടിക്കലറായത്തന്നല്ലേ? തടിക്കലായത്തന്നല്ലേ? നിങ്ങളെന്താ ദൂരെ പോയിട്ട് ഒളിച്ചു നിന്നിട്ട്? നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പേരുന്ന് മലപ്പുറത്തുനിന്ന്, പിന്നെ ആയിരുന്നു ഇവിടെ കുറുന്തോട്ടിയാ. ഭയങ്കര തണുപ്പ്, കാറ്റുണ്ട്. എൻ്റെ ഉറക്കം വരും. ഞാൻ ഉറങ്ങും അങ്ങനെ അറിഞ്ഞാ. ഞാൻ അങ്ങനെ കിടന്നിട്ട് ഉറങ്ങും. മമ്മൂച്ച ഇങ്ങനെ ചെറിയ നിൽക്കട്ടെ. അതാടെ വ്യക്തി കാണുന്നുണ്ട്. നിങ്ങളെ കാണുന്ന നിന്നെ കാണുമല്ലേ? നിങ്ങളെവിടെ കിടന്ന്? നിങ്ങളെ കാണുന്നത് പിന്നെ ഭാഗത്ത് നല്ല കാണാമല്ലോ. ഇങ്ങനെ കാണത്തില്ല, കുറച്ച് ഇങ്ങോട്ടൊക്കെ ഇരിക്കും. ഇപ്പൊ കാണുന്നുണ്ട് അത്. നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഒരു പാങ്ങല്ലേ? ഇപ്പം മമ്മൂച്ചനെ കണ്ടില്ല അല്ലേ? ഇനി പൗഡറിൽ എത്തിൻ്റെ നിങ്ങളെ ചേലായിട്ട് കാണാനല്ലേ ഇരിക്കുന്ന കുറവ്. ഞാൻ കുറച്ച് ഉപ്പിടട്ടെ ഇതിലേക്ക്. അപ്പൊ ആ കുക്കിങ്ങിന്റെ പണി തുടങ്ങിയിരിക്കുന്ന കണ്ടത് ഒരു മൈദാന്റെ ഒരു കുക്ക്, ഒരു പുതിയ ഐറ്റമാണിത്. ഒരു സ്പെഷ്യൽ ഐറ്റം, സ്പെഷ്യൽ ഐറ്റമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇന്ന് ഇവിടെ അതുകൊണ്ട് എനിക്ക് കുളിച്ചിട്ട് കാല് കയറ്റി വന്നുള്ളത്. പിന്നെ പോലെ ഒന്ന് കുളിക്കാതെ വന്നിട്ടാവോ? നീ കുളിക്കുന്ന ആഴ്ചക്ക് ഒരിക്കല്ലേ? നമ്മക്ക് മായ ഉണ്ടാവും. മായുണ്ട്. ഇത് ഞമ്മ പിന്നെ ബന്ധാക്കിയിട്ടെങ്കിലല്ലേ കാറ്റ് പിടിച്ചിട്ട് നടക്കട്ടില്ല. ഗ്യാസിൽ ഭയങ്കര കത്തിരി തീരും. കാറ്റ് പിടിക്കുന്ന ഉപ്പ് തേഞ്ഞിട്ടോ? തേഞ്ഞിട്ടേ അടിക്ക് പിടിച്ചോണ്ടാ? മതി മതി. അത് ജാസ്തി ആയിട്ടുണ്ടോ? അല്ല കുരുമുളകിൻ്റെ പൊടി ഇട്ട് മറ്റേ എല്ലാം ഇട്ടില്ലേ? ഇപ്പോൾ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടല്ലോ. മഞ്ഞൾപ്പൊടി ഇട്ടോ? മഞ്ഞൾപ്പൊടി മുട്ട വിട്ടുന്നു. മുട്ട എന്താ കൈയെടുക്ക് എടുത്താ? മഞ്ഞൾപ്പൊടി ഇടേ? മഞ്ഞപ്പൊടി ഞങ്ങൾക്ക് ഇവിടെ മുട്ട കൂട്ടാൻ വേണ്ടി തിരക്കായി. നല്ല പൂജ എന്താ കൂട്ട് ഇതാക്ക. അടുപ്പ് ലേശം ഇങ്ങോട്ട് കുറച്ച്. എന്നൊന്നാണോ? മുട്ടനെ പൊടിയാക്കാനില്ല. അതാടൊക്കെ ഇതാണത്. അങ്ങനെ കലക്ക് നോക്കാം. കലക്കണ്ടത് മുട്ടത് ലേശം അങ്ങനെ വേണത്. ഇതിനൊന്നുണ്ട് പറഞ്ഞോണ്ടാ? ഇത് പാല് കൂട്ടി ചായനെ പോലെ ഇപ്പോൾ മുട്ട ഇത് ആടക്കന്നെ ഇതാണ്ടിത് കായുണ്ട്. ഇതൊക്കെ മുട്ടയുടെ കായട്ടെ, മുട്ടയിൽ പൊടിയാക്കലില്ല. അത് കായാണ് കിട്ടുക പാട്. ഇതിനൊന്നുണ്ട്. ഇതാ ഒരു മുട്ട കൈക്കല്ല ഈലൊക്കെ മുട്ടിയ മല്ല 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 മുട്ട മല്ല നമ്പലാക്കണ്ട. മതി 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 മതി. ഇട ഓട് വീണത് കളക്ക് അടിക്ക് പിടിച്ചെങ്കില്ല. എന്ത് പിടിക്കല? നീ ഇതാക്ക് അടിക്ക് പിടിച്ചെങ്കിൽ മോശമില്ലത്. മുട്ടേൻ്റെ കാമ്പ് ഇതിന് മുകളിൽ കിട്ടണം നമുക്ക്. പിന്നെ കുറച്ച് ഇത് പൊടി ഇട്ടെങ്കിൽ എന്താ? കുരുമുളകിൻ്റെ പൊടി കുറച്ചും കൂടി ഇടാം. നല്ല കാരം വരച്ച് ഇതാ ഫാസ്റ്റ് ചില്ല്. ഇപ്പം അടിക്ക് പിടിക്കുക. ഞാനിത് പിടിക്കണോ തുണിയിൽ? നീ പിടിക്കണ ഉണ്ടായിരുന്ന ഇനി ഇതാക്കങ്ങല്ല. അത് തീ കുറക്കണോ? തീ അത്രയും കിട്ടത്. ഇങ്ങനെ കൂട്ടിയാൽ പൊട്ടിത്തെറിക്കും ഗ്യാസ്. നീ ഇതാക്കണ്ട, അങ്ങനെ കിട്ടത്. മുട്ട അതിൻ്റെ ഇത് കാണണല്ലോ. അത് കാമ്പ് ഇതിൽ കാണണത്. ഇല്ലേ?
അങ്ങനെ പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദമെല്ലാം കേട്ടിന്. അപ്പോൾ എന്തെന്നറിയില്ല. ഇതിപ്പോൾ ഞാൻ അമൂല്യ എൻ്റെ പൊടി കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ചായ ഇപ്പോൾ തളിച്ചുകൊണ്ട് വരുന്നുണ്ട്, പൊടി ഇട്ടിട്ട് അല്ല. ഇപ്പൊ ചായ കുടിക്കാനേ ധൈര്യമില്ല. പുറത്ത് ഭയങ്കര ഒച്ചപ്പാട് അത് നോക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരാ മമ്മൂച്ച തിന്നൊന്ന് കാണിച്ചിട്ട് എല്ലാം റെഡിയാക്കി. മമ്മൂച്ച പാരി തിന്നത് അങ്ങനത്തെ മമ്മൂച്ച. ഫുഡെല്ലാം സ്പെഷ്യലെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും മതി, ഇത് വേറെ ഫുള്ളാവും ഇത്ര കഴിച്ച്. ഇപ്പോൾ നല്ല ചായ പണ്ടത്ര ചായ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുത്തിർന്ന് എന്തില്ലെങ്കില്ല, മുട്ടിൻ്റെ വേദന കൊണ്ട് ഞാൻ കുത്തിർന്ന്. ചായ തിളച്ചുകൊണ്ട് വരുന്നുണ്ട്. നമുക്കിത് ഇട്ടിട്ടെങ്കിൽ ഭയങ്കര കാറ്റ് പിടിക്കട്ടില്ല. ചട്ടിയിലെ കത്തിച്ച് ഞാൻ തോന്നുന്നു ചില്ലാൻ പറഞ്ഞാൽ ചിള്ളുന്നില്ല. ഞാൻ വരുമ്പോൾ പൈസ ഇട്ടിട്ട് വന്നത് എന്തേ മൃഗത്തിനെ കാണണമെന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ നമ്മളെ ചായ തിളച്ച് എന്നെ എന്താക്കുന്നതിനാ ഫുള്ള് തിളച്ചില്ല. നിങ്ങൾക്ക് കട്ടൻ ചെയ്യാം. കട്ടനാവും. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ സ്ട്രോങ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നില്ല. കുഴപ്പമില്ല ഇപ്പോൾ നിങ്ങൾക്ക് പണ്ടത്ര കട്ടൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അതിന് പൊടിയിട്ടാ അതിനങ്ങോട്ടാക്കിയ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ കിട്ടും. ചായപ്പൊടി ഇല്ല അവിടെ വേറിട്ട് പോന്നിപ്പോ അതിന് വീടൊന്നും കിട്ടിയിട്ടില്ല. ഞാണ്ടാ മസാല നല്ല അടിപൊളി ടേസ്റ്റ് അതിന്. അപ്പോൾ ഞാൻ ഒരു 2-3 മുട്ടകൾ അതിലേക്ക് ഞമ്മ ചേർത്തിട്ടുണ്ട്. ചായനെ മൂടിയിട്ടില്ല അവിടെ. അപ്പോൾ ഏതായാലും ഞാൻ ഇത് കഴിക്കട്ടെ. നല്ല ടേസ്റ്റായി, നല്ല കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ലൊരു തണുത്ത കാറ്റും പിന്നെ ചൂട് ചായയും ഇതെല്ലാം നമുക്ക് ഭയങ്കര രസം തന്നെ അല്ലേ നോച്ചാ. പിന്നെ കാട്ടിലുള്ള ഈ ഒരു ജീവിതവും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അങ്ങനെ നമ്മളെ ചായ കുടിയും കഴിഞ്ഞ് ഫുഡും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു 11 മണീൻ്റെ അടുത്തോളം ആയിക്കൊണ്ട് വന്ന്. ഇപ്പോൾ മമ്മൂച്ചേൻ്റെ പുറത്തെല്ലാം ഒന്ന് കറങ്ങിയിട്ട് എന്തെങ്കിലും ഉണ്ടാ മൃഗങ്ങളായിട്ടുണ്ടാകുന്നെല്ലാം നോക്കാമെന്ന് മമ്മൂച്ച പറയുന്നത്. എന്താക്കുന്ന നോക്കുന്നു? നോക്കാം ഇങ്ങനെ പോവാ ഇങ്ങനെ വിളി കുറക്ക് ഇപ്പം നിൽക്ക്. വിളി അങ്ങനെ കുറച്ച് പിന്നെ കാണുന്നിങ്ങനെ. അപ്പം നമ്മൊന്ന് പുറത്ത് പോകണമെങ്കിൽ നമുക്ക് വിളി കണ്ടേ ഇപ്പം എന്തായാലും വരുന്നുണ്ടോ? നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നേരത്തെ കൂറ്റിട്ട് പറഞ്ഞോ, കൂറ്റിയിട്ടത് ഇങ്ങനെ ഇവിടെ ഉണ്ടായിന് പെട്ടെന്തോ താമസമല്ല. ഇല്ലേ ഇതാ ഇതാ പോയതാ കറക്റ്റ് ഇതാ ഇതിലെ പോകുന്നുണ്ട്. എതിരിട്ടൊക്കെ അടിക്കാം, കുറച്ച് ലോങ് അടിച്ചിട്ട് നോക്കിയാൽ എടുത്ത് പോകണ്ട. അങ്ങനെ ഇതാ കഴിച്ചതാ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. ഇത് പോകുന്ന പയ്യ ഇങ്ങോട്ട് അടിച്ചതാ. ഇതിലെന്തോ മൃഗം പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞാനും അമ്മൂച്ച ഒത്തിരി കിടന്നിട്ട് ഇനിയിപ്പോൾ കുറച്ച് സമയം കിടന്നിട്ട് ബാക്കി എടുത്ത രാവിലെ നമുക്ക് പുറത്തുള്ള കാഴ്ചകളും കാര്യങ്ങളെല്ലാം നോക്കിയതാ. നല്ല പോലെ കാറ്റടിക്കുന്നുണ്ട്. കാറ്റടിച്ചിട്ട് നമ്മളെ ടെൻറ്റിൻ്റെ ഉള്ളിൽ അടിച്ചിട്ട് നമ്മളെ ലൈറ്റെല്ലാം ആടുന്നത് നല്ല കാറ്റാണ്. ലൈറ്റ് കാറ്റ് ഇല്ലല്ലേ. ഇപ്പോൾ ചാർജ് തീർന്നുകൊണ്ടെന്നല്ലേ മച്ചാ. പിന്നെ വേറെന്ത് വിശേഷമല്ലോ, സുഖം തന്നെയല്ലേ? അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ
ബാക്കി കാഴ്ചകളും കാര്യമെല്ലാം നമുക്ക് നാളെ രാവിലെ അങ്ങ് കാണിച്ചു തരാം ഇൻഷാല്ലാ അല്ലേ മമ്മൂച്ച. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞാനൊക്കെ കിടക്കാൻ പോകുന്നുണ്ട്. മമ്മൂച്ച ആണെങ്കിൽ കുറച്ച് ഇരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും വരുന്നുണ്ടെന്നെല്ലാം നോക്കിയിട്ട് ഇരിക്കട്ടെ. ഞങ്ങൾക്ക് കുറച്ച് കിടക്കണമെന്ന് എന്നോട് പറഞ്ഞു, ഉറങ്ങണം. എന്ത് ഇത് കാറ്റില്ല? എന്തായിരുന്നു ആ ഭാഗത്ത് എന്തോ വരുന്നു. ടോർച്ചിട്ടങ്ങോട്ട് പോകും. ടോർച്ചുണ്ടാകാൻ നോക്ക്. പുറത്തേണ്ടെന്നല്ലേ വെളി കുറക്കത് അല്ല ഓരോട് ഗുഡ് നൈറ്റ് പറയാമോ? അപ്പോൾ നമ്മളെ ഇപ്പോൾ കിടന്നിട്ട് ഉറങ്ങാൻ കിടന്നിന്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ എല്ലാം നാളെ രാവിലെ ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്വീറ്റ് ഡ്രീംസ്. ഗൈസ് ഗുഡ് മോർണിംഗ്. ഭയങ്കര തണുത്ത് വിറച്ച്. ഇതുപോലെ ഉള്ളൊരു തണുപ്പുണ്ടല്ലോ ഞാൻ ഇത്ര വീഡിയോ ചെയ്താലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഭയങ്കര തണുപ്പാണ്. തണുപ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല, എന്നാലും നിൽക്കാൻ പറ്റുന്നില്ല. ഫുള്ള് തണുത്ത കാറ്റ് അടിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയായി പോയി. കമ്പിളി ഞാൻ പിന്നെ ബ്ലാങ്കറ്റ് അടിയിൽ വെച്ച ബ്ലാങ്കറ്റും വെച്ച് മറ്റതും വെച്ച് അങ്ങനത്തെ എല്ലാ അവസ്ഥ. മമ്മൂച്ച എന്താക്കുന്നുണ്ടെന്നൊക്കെ ഉറങ്ങുന്നുണ്ട്. മമ്മൂച്ച എന്ത് ചെയ്യുന്നു? എന്താക്കുന്നു? ബായി വളക്കുന്നല്ലേ? നല്ല ഉറക്കല്ല. എങ്ങനെയുണ്ടായിന്? നല്ല ചൂടുണ്ടായിനാ? തണുപ്പല്ല, നല്ല തണുപ്പുണ്ടായതാ. അത് ശരി. എങ്ങനെ ഇത്ര എന്നാ ചെയ്ത വീഡിയോയില് ഉണ്ടായിന് ഇത്ര തണുപ്പ്? ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഭയങ്കര ഈ തണുപ്പായിട്ട് കൈയും കാലെല്ലാം പറ്റൊന്നാകെ. എന്താ ഞാനിപ്പോൾ ഒന്നാകെ പച്ചിട്ട് ഇതാ കണ്ട. ഞാൻ ഇതിനെടുത്തിട്ട് ഇങ്ങനെ പച്ചിന് നമ്മൾ എന്തായാലും പുറത്തത്തെ കാഴ്ചകളെല്ലാം നോക്കിയതാ കണ്ട. കാറ്റ് കുറഞ്ഞിട്ടാ വെച്ചതാ. എന്താ കണ്ടാ എന്താ ആടുന്നുണ്ടല്ലേ ടെൻ്റ് ഒന്നാ കണ്ട കാറ്റിന് ഫുള്ള്. എന്താ ഇതെല്ലാം ഒന്ന് പുറത്തെങ്ങനെ ഉണ്ടോക്കാം അല്ലേ? നിങ്ങൾ അതിൻ്റെ ഇടയിൽ പാതി തുറന്നിട്ട് വളർത്തിനല്ലേ ഇവിടെ? എന്താ അയ്യോ അതല്ലേ നമ്മൾ സാധനങ്ങളല്ലേ ഇത് ഇവിടെ ഇങ്ങനെ ഇടന്നെ ഇട്ടിട്ടുണ്ട്. ഇരട്ടി തണുത്ത കാറ്റ്. അപ്പോൾ നമ്മളെ ഇത്ര സാധനങ്ങൾ എന്ന് പറയുക ഇവിടെ പറ്റി നിരത്തി ഇട്ടിട്ട് ഇതാ നോക്കിയതാ. ഫുള്ള് സാധനം നിരത്തിയിട്ട് നല്ല മമ്മൂച്ചേൻ്റെ ഫോണിൽ ഇതെല്ലാം നിരത്തിയിട്ടിട്ട് ഇതാ. നല്ല ഇതാ കോടാലി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഇതവിടെ കത്തിച്ചിട്ട് വെച്ചിട്ടുള്ളു. പിന്നെ ഫോണ് എല്ലാം ഞാൻ രാത്രി ചാർജിന് ഇട്ട്. ഇതിൽ വെളി ഉണ്ടാ തീർന്നില്ല കത്തിയിട്ട് ഉണ്ടാ വെളി ഉണ്ട്. എത്ര ഉണ്ട്? ചെറുണ്ട്. പിന്നെ ഇങ്ങനെ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. മമ്മൂച്ച വച്ചിട്ട് വീണ്ടും കിടക്കുന്നതാ. എനിക്ക് എന്നെ ഉറങ്ങാൻ വേണ്ടിയില്ല. അപ്പോൾ ഇന്നലെ നമ്മളെ ടെൻറ്റ് സെറ്റ് ചെയ്ത സ്ഥലമാണ് ഇപ്പോൾ ഇത്. കണ്ട ചുറ്റുപാടും കണ്ടില്ലേ? ഭയങ്കര നല്ല സീനറിയുള്ള സ്ഥലം. നമ്മളെ സൂര്യൻ ഉദിക്കുന്ന ആ ഒരു മൊഞ്ച് നോക്ക് ഗൈസ്.
ഉണ്ടാ ഡയറക്റ്റ് കാണണ്ട എന്തോ ഒരു കാഴ്ചയാവും മാഷോ. എന്താക്കുന്നെന്ന് അറിയുന്നില്ല. ഇനിയിപ്പോ നമുക്കൊരു ചായ എല്ലാം കുടിച്ചില്ലെങ്കിലേ ഫുള്ള് ഒന്നാകെ കൊട്ടലിന് തണുപ്പ് വരിപ്പി. അപ്പൊ നമ്മളെ ചായക്കുള്ള വെള്ളമെല്ലാം റെഡി ആയിട്ടുണ്ട് തളിച്ചിട്ട്. അപ്പൊ കുറച്ച് പൂട്ടിയിട്ടല്ലേ നമ്മളെ ചായ എല്ലാം തളിച്ച് പഞ്ചാര ഇതെല്ലാം ഇട്ടേന്. ഇതെന്താക്കണം അറിയാം, എൻ്റെ അമൂല്യൻ്റെ പൊടി എടുത്തിട്ട് ഇരിക്കും. അമൂല്യൻ്റെ പൊടി ഇടാൻ പോന്നു ഇട്ടിരിപ്പാ ഈടുത്ത ഈലക്ക് അതന്നെ ഞാൻ ഇടുന്നത്. ഞാൻ എടുത്തിട്ട് ഫുള്ളിട്. എന്നിൻ്റെ ഉണ്ട് 10 രൂപ 5 ഗ്രാം ഉണ്ട്. അയ്യാ നെഞ്ഞ് വെളുത്താ കൊണ്ടാ മറ്റേ അരിപ്പെടുത്തോ. ഗ്ലാസ് എടുത്തിട്ടോ വേണമെങ്കിൽ ചായ വേണമെങ്കിൽ. അങ്ങനെ നിങ്ങൾക്ക് ചായ വേണ്ട ഞാൻ എന്തില്ലേ കൊണ്ടുവന്നോ. ഇതൊന്ന് പൂണുണ്ടെങ്കിൽ ഒന്ന് അളക്കണേ. മല്ലേ ഈരെടുക്കുന്നീ ആ ഈ എന്താ വേണ്ടിട്ടല്ലേ